പെട്ടെന്നൊരു പൂരി മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ഇട്ട് വെച്ചു. അപ്പോൾ നമുക്ക് തൊലി എടുത്ത് കളയാൻ എളുപ്പമാണ്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇത് പാടാണ്. നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇത് പീൽ ചെയ്ത് വെക്കണം. അപ്പോഴത്തേക്കും പീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പീലായി വരാൻ എളുപ്പമായിരിക്കും. പിന്നെ നമുക്കിപ്പം തിരക്കാണ്, സമയമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം തന്നെ നന്നായിട്ട് കഴുകി കുക്കറിനകത്ത് ഇതുപോലെ വേവിച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടേക്കാം. ഇനി നമുക്ക് ആവശ്യം, ഞാൻ ഒരു ചെറിയ ഒരു സവാള എടുത്തിട്ടുണ്ട്, മല്ലിയില, പച്ചമുളക്, ഇഷ്ടമുള്ള എരി നിങ്ങൾക്ക് വേണമെന്നുള്ള പച്ചമുളക് എടുക്കാം. എനിക്കിവിടെ ഇത് മതി, കുറച്ചും എരി മതി, അതുകൊണ്ട് അത് മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില. അപ്പോൾ ഇത്രയൊക്കെയാണ് പെട്ടെന്ന് ഒരു കൂടി മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരുവിധം ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അതിന് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഉടച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഉടച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ചുട്ടി വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, നോർത്ത് ഇന്ത്യൻ അതാണല്ലോ ഈ പൂരി മസാലയൊക്കെ. അപ്പം നമ്മൾ കൂടുതലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്, അതാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഗ്യാസ് സിമ്മിലോട്ട് ഇടണം. ഗ്യാസ് കരിഞ്ഞു, ഗ്യാസ് സിമ്മിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ സാധാരണ ജീരകം ചേർത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പൊട്ടി വരട്ടെ. നോർമൽ നമ്മൾ സാധാരണ ജീരകം ഇല്ലാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ജീരകം ഒന്ന് പൊട്ടിയാൻ മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില അത് കഴിഞ്ഞ ശേഷം ഇഞ്ചി, പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഓക്കെ, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. മുരിഞ്ഞ് അതിൻ്റെയൊക്കെ പച്ചമണം മാറി തുടങ്ങുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അരിഞ്ഞിട്ടിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട്, അങ്ങനെ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഒരു പച്ച മാറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങിനും കൂടെ ചേർത്തുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ചേർക്കുന്നത്. സവാളയൊന്ന് പെട്ടെന്ന് വാടും. സവാള പൊടിയായിട്ട് അരിഞ്ഞതല്ലേ, വാടുമ്പോഴത്തേക്കും നമുക്ക് ആ പുഴിഞ്ഞ് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു, അതൊരു അര ടീസ്പൂൺ ഞാൻ ചേർത്തായിരുന്നു. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ല വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അയമോദകം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അയമോദകം നല്ലതാണ്. ഉരുളക്കിഴങ്ങൊക്കെ ആകുമ്പം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അയമോദകം ഞാനൊരു അര ടീസ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതായിട്ടാണ് അയമോദകം. കണ്ടോ, എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കൂലേ അത്. ഈ അയമോദകം ഭയങ്കര വയറിനൊക്കെ വേദന, ഗ്യാസൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഒരിതാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ ഇട്ട് കുടിച്ചാലും നല്ലതാണ് ഗ്യാസൊക്കെ ഉള്ളത്. അതുപോലെ ഗ്യാസ് ഉള്ളപ്പോൾ നമ്മുടെ സാമ്പാർ കായവും ഇല്ലേ, സാമ്പാർ കായവും ഗ്യാസ് കയറി വയറുവേദന എടുത്തിരിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ കായത്തിൻ്റെ വെള്ളം കുടിച്ചാലും ഗ്യാസ് എല്ലാം പോകും. നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഈ ഗ്യാസിൻ്റെ വയറുവേദനയൊക്കെ ആകുമ്പോൾ നമുക്കത് മാറിക്കിട്ടും. അപ്പം ഇത് നല്ല വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിനകത്ത് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടെല്ലാം നല്ല മഷി പോലെ ഉടയ്ക്കുന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. എനിക്കിവിടെ നല്ല മഷി അങ്ങനെ എനിക്ക് ഇവിടെ ആർക്കും താല്പര്യമില്ല. കുറച്ച് ഇങ്ങനെ കിടക്കുന്നതാണ് താല്പര്യം. അപ്പം നമ്മൾ നമ്മളിട്ട മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മളിതിനകത്ത് മുളക് പൊടിയോ അങ്ങനത്തെ അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ നല്ല മിക്സാക്കി നല്ല കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഉപ്പെല്ലാം നമുക്ക് അറിയാൻ പറ്റും. എന്നാലും നമ്മളിതിനകത്ത് ഇനി തിളച്ച വെള്ളം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. നല്ല മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ കൂടുതൽ പച്ച മുളകാണ് ചേർക്കാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് പെരുംജീരകം, അതായത് വലിയ ജീരകം വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് നമ്മൾ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കുമ്പോൾ തന്നെ പെരുംജീരകം ചേർത്ത് പൊട്ടിക്കാം. നല്ല കുറച്ചുകൂടെ വേറൊരു നല്ല ടേസ്റ്റ് ആണ്. പെരുംജീരകവും ഗരം മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. പിന്നെ പച്ചമുളക് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുളക് ഇതുപോലെ വെറുതെ പൊട്ടിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കും. അതിൻ്റെ കയ്യിൽ കാണുമല്ലോ, കാണാനും കൊള്ളാം. എന്നിട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് തീ കൂട്ടി വയ്ക്കാം. കൺസിസ്റ്റൻസി വേണമെന്നുള്ളതിനനുസരിച്ച് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്.
ഇതാണ്. ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന കുറച്ച് ഇരുന്ന് തണുക്കുമ്പോഴത്തേക്കും ആ ഒരു കൺസിസ്റ്റൻസി മാറും. ആ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. അതായത് ഞാനൊരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അപ്പോൾ എനിക്ക് 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിന് ഒരു 1.5-2 കപ്പ്. ഇത് നല്ല ഒന്ന് തിള വരട്ടെ. ഇപ്പോഴത്തേനും നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 4 ടേബിൾ സ്പൂൺ വരും. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോർമൽ വെള്ളത്തിൽ ഒന്ന് കലക്കി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇത് 2 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയില്ല. ഒഴിച്ച് വേവിച്ചെടുത്തതിന് ശേഷം കടലമാവ് കലക്കി വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിൽ കലക്കിയത് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, കടലമാവിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ മാറണം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇരുന്ന് കുറുകും. തണുത്തതിന് ശേഷം ഇരുന്ന് കുറുകുന്ന ഒരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ്. പയർ വർഗ്ഗങ്ങൾ, അതായത് പരിപ്പ് കറി, സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാറെല്ലാം ഇരുന്ന് തണുക്കുമ്പോൾ നമ്മൾ ഒഴിച്ച ആ ഒരു കൺസിസ്റ്റൻസിയെക്കാളും കുറവ് വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ആക്കിക്കോണം. ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിച്ച് ആ കടലമാവെല്ലാം സിമ്മിലിട്ടാണ് ചെയ്യുന്നത്. കടലമാവൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഇരുന്ന് കുറുകുമ്പോൾ ശരിയാവും. ഇനി കടലമാവൊന്ന് വേവണം, ചെയ്ത് നോക്കണം. കടലമാവിൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ പച്ചക്കുത്ത് മാറിയോ, ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ നോക്കും. ഉപ്പ് ഒരുപാട് നമ്മളിപ്പം ഇടരുത്, കാരണം ഇത് കുറുകുമ്പം ഉപ്പ് കൂടുതലായി പോകും. അപ്പോൾ നമ്മൾ ഒരു പരിധി വരെയുള്ള ഒരു ടേസ്റ്റിനുള്ള ഉപ്പ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇത് തണുക്കുമ്പം നല്ല കട്ടിയാവും. അപ്പം ഞാൻ ഓഫ് ചെയ്യണം. എനിക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഞാൻ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് നടച്ചു വെക്കാം. നമ്മൾ പൂരി ഉണ്ടാക്കിയിട്ടൊക്കെ വരുമ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഞാൻ കാണിച്ചാൽ. ഓക്കെ, നല്ല ഉടയ്ക്കണമെങ്കിൽ അതിനെ ഉടയ്ക്കാം. എനിക്ക് ഇത്രയും ഉടച്ചാൽ മതി. ഓക്കെ, ഇത്രയും ഓഫ് ചെയ്തു, അടച്ചു വെച്ചു. ലാറ്റ്സ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, അയമോദൊക്കെ ചേർത്തൊരു വെർഷനാണ്. പച്ചമുളക് നന്നായിട്ട് ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. പൂരി മസാല. ഓക്കെ.